ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ ഡിക്യൂസ് ഓൺ. അപ്പോൾ നമ്മളവിടെ ഒരു സീരീസ് ആണല്ലേ, അതായത് IT ലെവൽ ഇലക്ട്രിക്കൽ എക്സാംസ് കുറെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ PYQs ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ KSEB ഇലക്ട്രിസിറ്റി വർക്കറിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ സിലബസ് എന്താ, നമ്മുടെ IT ലെവൽ ഇതുവരെ നടന്ന IT ലെവൽ എക്സാംസിന്റെ സെയിം സിലബസ് തന്നെയാണ്. അപ്പൊ അങ്ങനെയാകുമ്പം ഇങ്ങനത്തെ സീരീസ് എന്താ നിങ്ങൾക്കത് എഫക്റ്റീവ് ആവുന്നുണ്ടാവുന്നുള്ള തോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ IT ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് വന്നത്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ 2024 നടന്ന എക്സാം ആണ് ട്രേഡ്സ്മാൻ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 46/2024 കോഡ് ആണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 90 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ, 100 മാർക്കാണ്. അതേപോലെ 1/3 എന്താ നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ 1/1 ആയിട്ട് നമുക്ക് അവിടെ പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആൻസർ കമന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കമന്റ് ചെയ്ത് പോവാം. ഓക്കെ, എനിവേ നമുക്ക് അവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി ഇലക്ട്രിക് ചാർജ്? നിങ്ങൾക്കറിയാം ഇപ്പം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പം ഇത് അത്യാവശ്യം വരുന്നുണ്ടല്ലേ. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് മുന്നത്തെ 2020, 21, 22 കാലഘട്ടത്തിലൊന്നും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 24, 25, 26 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ചാർജ് ഈസ് ഈക്വൽ ടു ദി കറന്റ് മൾട്ടിപ്ലൈഡ് ബൈ ടൈം. കറക്റ്റ് ആണ് അല്ലെ? Q ഈസ് നത്തിങ് ബട്ട് I into T. ദ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 1.602 into 10⁻⁻19. 1.6 ആണോ? -1.6 അല്ലേ? തെറ്റ്. ചാർജ് ഈസ് ഈക്വൽ ടു തെറ്റ്. അപ്പൊ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിട്ട് എന്താ, നിങ്ങൾ പെട്ടെന്ന് വാല്യൂ മാത്രമേ നോക്കുള്ളൂ. നെഗറ്റീവ് ഉണ്ടോന്നില്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഓർത്തിട്ടുണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ, നിങ്ങൾ എന്താ ഓപ്ഷൻ 1 and 2 എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ കറുപ്പിക്കും. ഓപ്ഷൻ എ 1 and 2. പക്ഷെ ആണോ? അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ -1.6 into 10⁻⁻19 ആണ് കൂളോമ്പാണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക അല്ല. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു എക്സാം എന്താ പറയണ്ടത്, പെട്ടെന്ന് ഏറ്റവും ക്വസ്റ്റ്യൻ നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, 1 and 2 ജസ്റ്റ് 1.602 എന്ന് മാത്രമേ നിങ്ങൾ നോക്കുന്നുണ്ടാവുള്ളൂ. സൈൻ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ തന്നെ ഓപ്ഷൻ 1 and 2 എന്ന് പറഞ്ഞ് നിങ്ങൾ കറുപ്പിക്കും. പിന്നെ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് മൈനസ് അല്ലേ, മൈനസ് എവിടെ ഇല്ലല്ലോ, മൈനസ് മിസ്സിംഗ് ആണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാ നിങ്ങളുടെ മനസ്സിലേക്ക് തോട്ട് വരിക അല്ലെ. അപ്പൊ ഇത് പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്താ, നമ്മളെ ക്വസ്റ്റ്യൻ എന്താ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നില്ല ആ ഒരു 90 മിനിറ്റ് ആണ് നിങ്ങൾ എത്രത്തോളം പഠിച്ചു അല്ലെങ്കിൽ എത്രത്തോളം പഠിച്ചില്ല എന്നുള്ള കാര്യങ്ങളല്ല. നിങ്ങൾ ആ ഒരു എക്സാം ഹാളിലുള്ള ആ ഒരു 90 മിനിറ്റ്സ് ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ എന്താ പറയണ്ടേ ഭാവി നിശ്ചയിക്കുന്നുണ്ടാവുക. കാരണം വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു, ക്വസ്റ്റ്യൻസ് ഒന്നും കറക്റ്റ് ആയിട്ട് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലോ പോയി ഇതേപോലെയുള്ള മിസ്റ്റേക്കുകൾ പറ്റും. അതേപോലെ നിങ്ങൾ ആവറേജ് ആയിട്ട് പഠിച്ചു, അല്ലെങ്കിൽ എന്താ പറയണ്ടേ മീഡിയം ആയിട്ട് നിങ്ങൾ പഠിച്ചു, പക്ഷെ നിങ്ങൾ അവിടെയുള്ള 100 ക്വസ്റ്റ്യൻസും പക്ക ക്ലിയർ ആയിട്ട് വായിച്ചു, ക്ലിയർ ആക്കി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വന്നു. നിങ്ങൾ അതേപോലെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ്, ഓപ്ഷൻസ് നമുക്ക് എന്താ എലിമിനേറ്റ് ചെയ്യാം. നിങ്ങൾ ആവറേജ് ആയിട്ടേ പഠിച്ചു, മീഡിയം ആയിട്ടേ പഠിച്ചുള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലതൊക്കെ എന്താ എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും അല്ല ഓപ്ഷൻസ്. അപ്പൊ അങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്തു. അപ്പൊ അങ്ങനെ ആകുമ്പോഴെന്താ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ആവാൻ വേണ്ടി പറ്റും. അപ്പം ഇതിൽ ആ ഒരു 90 മിനിറ്റ് നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു അതിന്റെ ബേസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ടെൻഷൻ ഇല്ലാണ്ട് കൂളായിട്ട് കാമായിട്ട് എന്താ എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താ മുഴുവനായിട്ട് വായിക്കുക, ഓപ്ഷൻസ് മുഴുവനായിട്ട് വായിക്കുക, എന്നിട്ട് എന്താ ഫൈനൽ ആൻസറിലേക്ക് എത്തുക. അപ്പൊ ഇവിടെ ഓപ്ഷൻ 1 മാത്രമാണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ വീണ്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നെയാണല്ലോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി സോൾഡറിംഗ്? സോൾഡറിങ്ങിനെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോൾഡറിങ്ങിന്റെ ബേസ് ആയിട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദ മെയിൻ കോൺസ്റ്റന്റ് ഓഫ് എലമെന്റ്സ് ഓഫ് സോൾഡർ അലോയ് ആർ ടിന്നൽ ലെഡ്. ശരിയാണ്, ടിന്നൽ ലെഡും തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കോൺസ്റ്റന്റ് അല്ലെ. ആ ടിന്നൽ ലെഡിന്റെ പെർസെന്റേജിനെ ബേസ് ചെയ്താണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൾഡേഴ്സ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ അത് കൃത്യമായിട്ട് എന്താ കമന്റ് ചെയ്യുക, നിങ്ങൾ എന്തൊക്കെ സോൾഡർ ആണ് പഠിച്ചേക്കുന്നത്, അതിൽ ടിന്നിന് ലെഡിന് കോമ്പോസിഷൻ എത്രയാണെന്നുള്ള കാര്യം. ഓക്കെ, രണ്ടാമത്തെ നോക്ക്. സിൽവർ ബേസ്ഡ് സോൾഡേഴ്സ് ആർ യൂസ്ഡ് ടു ക്യാരി ഔട്ട് സോൾഡറിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ.
കറക്റ്റ് ആണ്. ഫ്ലക്സ് cannot remove dirt or grease but removes the oxide layer. കറക്റ്റ് ആണ്. എല്ലാം കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ ഡി 1, 2 and 3 ആർ കറക്റ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. A nichrome wire of 10 centimeter length and 2 mm diameter has a resistance of 2 ohm resistance. Diameter has 2 ohm resistance അല്ലെങ്കിൽ resistance of 2 ohm. What is the resistance if 30 centimeter of the same wire is used? Assume the temperature to be constant. നമുക്കറിയാം R/L റോ ഇൻറ്റു എൽ ബൈ ആണെന്ന് നമുക്കറിയാം. കാരണം പിന്നെ സെയിം വയർ ആണെന്ന് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെയിം വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാം, റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം അല്ലെ. പിന്നെന്താ, അപ്പൊ ഏരിയ എന്താ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ ലെങ്ത്തിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാം അല്ലെ. R2/R1 is nothing but L2/L1. നമുക്കറിയാം R is nothing but റോ ഇൻറ്റു എൽ ബൈ എ ആണ് അല്ലെ. റോ ക്യാപ്സ് ആണ്, ക്യാപ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, R2 ആണ് കണ്ടുപിടിക്കേണ്ടത്. R1ന്റെ വാല്യൂ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, 2 ഓം ആണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. L2 എത്ര, 30/10, 6 ഓം. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദി ഫോളോയിങ് ആർ ദി യൂണിറ്റ്സ് ഓഫ് വോൾട്ടേജ്. വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 വോൾട്ട്, ഓപ്ഷൻ എ കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ഓൺലി 1 മാത്രമായിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ എന്താ, നിങ്ങൾ ബാക്കിയുള്ളതിലേക്ക് ഒന്നും പോവാണ്ട് ഓൺലി 1 എന്നുള്ള രീതിയിൽ എന്താ നിങ്ങൾ അവിടെ ആൻസറിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയാണോ? അല്ല. നമുക്ക് ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, d5/dt എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് എന്താ വെബർ പെർ സെക്കൻഡ് എന്നുള്ള യൂണിറ്റിലേക്ക് കൂടെ എത്തിക്കൂടെ, വെബർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ എന്താ ഓപ്ഷൻ പിന്നെ 2 കൂടി കറക്റ്റ് ആണ്. അപ്പോ ഓൺലി 1 ആൻഡ് 2 ആർ കറക്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അവിടെ എത്തിക്കാം. ഓക്കെ, വെബർ പെർ സെക്കൻഡും അതേപോലെ വോൾട്ടും. ഓക്കെ, അതേപോലെ ഇനിയിപ്പോ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, അതിമ്പോട്ട് ടെസ്ല അല്ലെ. എന്താ 5/A ഫ്ലക്സ് ഡെൻസിറ്റി എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ. ക്ലിയർ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി റീസൺസ് ഫോർ വൈഡ്ലി യൂസിങ് കോപ്പർ ആസ് എ കണ്ടക്ടർ ദാൻ സിൽവർ. നമ്മൾ ഏറ്റവും കൂടുതൽ കോപ്പർ ആണ് യൂസ് ചെയ്യുന്നത് സിൽവറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എന്താണ് അതിന്റെ റീസൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്താ, കോപ്പർ ചീപ്പർ ആണ് കമ്പയർഡ് ടു സിൽവർ. നിങ്ങൾക്കറിയാം സിൽവർ തന്നെയാണ് കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ളത് അല്ലെ. സിൽവറിനാണ് കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ളത് കമ്പയർഡ് ടു കോപ്പർ അല്ലെ. പക്ഷെ സിൽവർ എന്ത് നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ എന്താ അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പം ഒന്നാമത്തെ തെറ്റാണ്. രണ്ടാമത്തെ കോപ്പർ ഈസ് ചീപ്പർ ദാൻ സിൽവർ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ ബി ഓൺലി സ്റ്റേറ്റ്മെന്റ്, ഓൺലി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസുലേഷൻ മെറ്റീരിയൽ. ഇൻസുലേഷൻ മെറ്റീരിയൽസിന്റെ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്, ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് വേണം. ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് വേണം, ലോ അല്ല. പിന്നെ ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ആയിരിക്കണം അല്ലെ. എന്തായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. അപ്പം ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും, സോറി 1ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓൺലി 1 ആൻഡ് 3 ആർ കറക്റ്റ്. ഓക്കെ, ഓൺലി 1 ആൻഡ് 3 ആർ കറക്റ്റ്. ലോ ഡയലക്ട്രിക് സ്ട്രെങ്ത് നമുക്ക് ഡിസൈറബിൾ അല്ല, ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ആണ് ഡിസൈറബിൾ ആയിട്ടുള്ളത്. ഓക്കെ, 7ാമത്തെ അവിടെ നിന്ന് ക്യാൻസൽ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് തൽക്കാലം അവിടെ നിൽക്കട്ടെ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദി ഫോളോയിങ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിനെ ബേസ് ആയിട്ട് പറയുമ്പോൾ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സീമെൻസ് പെർ മീറ്റർ ആണോ? അല്ല. റെസിസ്റ്റീവ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി സൈസ് ഓഫ് ദി കണ്ടക്ടർ. റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ
ഇതിൽ അവിടെ ഉം, ഒരു റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ മെറ്റീരിയലിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. അപ്പൊ സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതങ്ങനെ ഓക്കെ ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ. ഓക്കെ കറക്റ്റ് ആണ്, ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ. ഓക്കെ ഡിപ്പെൻഡ് അപ്പോൺ എന്ന് പറഞ്ഞാലാണ് നമുക്ക് എനിക്ക് തന്നെ ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ നമ്മൾ മുഴുവനായിട്ട് വായിച്ചിട്ട് മനസ്സിലായിട്ട് വേണം എടുക്കാൻ വേണ്ടി അല്ലെ. അപ്പൊ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി സൈസ് ഓഫ് ദി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ശരിയാണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ, ഒരു മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലാതെ സൈസ് ഓഫ് ദി കണ്ടക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞ എന്താ പറയുക സീമെൻസ് പെർ മീറ്റർ ആണോ? അല്ല, എന്താ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. ആർ ഇസ് നത്തിങ് ബട്ട് റോ ഇൻറ്റു എൽ ബൈ എ ആണ്. ഓ ഇസ് നത്തിങ് ബട്ട് ആർ ഇൻറ്റു എ ബൈ എൽ ആണ്. അപ്പൊ ഓം മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ, അപ്പൊ ഓം മീറ്റർ. ഓക്കെ റെസിസ്റ്റിവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി സൈസ് ഓഫ് ദി കണ്ടക്ടർ ശരിയാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കണ്ടില്ലേ, എനിക്ക് തന്നെ കണ്ടില്ലേ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ, പെട്ടെന്ന് നോക്കുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ രണ്ടും എന്താ കറക്റ്റ് അല്ലാത്ത രീതിയിൽ തോട്ട് പോകുന്നു അല്ലെ. പക്ഷെ അങ്ങനെ ആവരുത്, നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ വായിക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. എ 16 SWG wire has a cross sectional area of 2 mm square with a current capacity of 5 ampere. And which of the following statement is true? And which of the following statement is true? ഞാൻ അറിയുന്നുണ്ടാവും, നമ്മളൊരു സ്റ്റാൻഡേർഡ് വയർ ഗേജ് എടുത്തു കഴിഞ്ഞാൽ ഗേജ് നമ്പർ ഹൈ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ, അതിന് ഡയമീറ്റർ, വയറിന്റെ ഡയമീറ്റർ എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. വയറിന്റെ ഡയമീറ്റർ സ്മോൾ. അപ്പൊ ഈ ഒരു കേസിൽ 16 SWGയുടെ കേസാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാവുമ്പം 18 SWGയുടെ കേസിൽ പറയുമ്പോൾ എന്താ പറയാ, ക്രോസ് സെക്ഷണൽ ഏരിയ എന്തായിരിക്കണം, ചെറുതായിരിക്കണം. പിന്നെ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദി 16 XWG ആയിരിക്കണം അല്ലെ. അതായത് ഒറ്റൊരു പോയിന്റ് നിങ്ങളവിടെ ആലോചിച്ചാൽ മതി. അതായത് ഗേജ് നമ്പർ ഹൈ ആണെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ എന്തായിരിക്കണം, സ്മോൾ ആയിരിക്കണം. ഓക്കെ അപ്പൊ അങ്ങനെ ഡയമീറ്റർ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ക്രോസ് സെക്ഷണൽ ഏരിയ സ്മോൾ ആവുന്ന രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെയാകുമ്പോൾ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി എന്തായിരിക്കണം, 16 SWGനെക്കാട്ടിയും കുറവായിരിക്കണം. അപ്പോൾ ഇതിൽ ബെറ്റർ ചോയ്സ് ഏതാ, ഓപ്ഷൻ ഇതൊക്കെ നോക്കി 8.5 8.5 കറന്റ് കൂടുതലാണ്, അല്ല കറന്റ് കുറവായിരിക്കണം. പിന്നെ ഏരിയ 1 mm² 4, അപ്പോൾ 2 mm², അപ്പോൾ 1. ഓക്കെ അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ നമ്മൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഡിസൈഡ് ദി ഇൻസുലേഷൻ തിക്നെസ് ഓഫ് ആൻ ഇലക്ട്രിക്കൽ കേബിൾ. നമ്മളൊരു ഇലക്ട്രിക് കേബിൾ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസുലേഷൻ തിക്നെസ് അവിടെ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് നമുക്ക് അവിടെ ഒരു ഇലക്ട്രിക്കൽ സ്ട്രെസ് ഉണ്ടാവും. അപ്പം ദ ഇൻസുലേഷൻ മസ്റ്റ് ബി വിത്ത്സ്റ്റാൻഡ് ദി ഇലക്ട്രിക്കൽ സ്ട്രെസ് അല്ലെ. അപ്പൊ വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദി ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, അത് കൂടാണ്ട് ഡയലക്ട്രിക് സ്ട്രെങ്ത്. ഓപ്പറേറ്റിംഗ് വോൾട്ടേജിനും ഡയലക്ട്രിക് സ്ട്രെങ്തിനെ ആയിരിക്കും എന്താ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമുക്ക് ഇവിടെ കറന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ കറന്റ് എന്താ, നമ്മളവിടെ കണ്ടക്ടേഴ്സിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയനും അതേപോലെ തെർമൽ റേറ്റിംഗിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇപ്പൊ പവർ ഫാക്ടറിന്റെ കാര്യം പറഞ്ഞാൽ പവർ ഫാക്ടർ എന്താ, നമുക്ക് അവിടെ ഒരു ഗിവൺ റിയൽ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായിരിക്കും എഫക്ട് ചെയ്യുന്നുണ്ടാവുക, അല്ലാതെ ഇൻസുലേഷൻ തിക്നെസ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഇവിടെ ബെറ്റർ ചോയ്സ് എന്താ, വോൾട്ടേജും ഡയലക്ട്രിക് സ്ട്രെങ്തും ആണ് വരുന്നുണ്ടാവുക. എനിക്ക് ഇവിടെ വോൾട്ടേജ് ഉള്ളതുകൊണ്ട് വോൾട്ടേജ് ആണ് കറക്റ്റ്. ഓക്കെ ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A 12-volt source with an input resistance of 1 ohm is connected across a load of 5 ohm. Calculate the current through the load. Calculate the current through load. ഒരു 12-volt സോഴ്സ് ഉണ്ട്, അതിനൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് നോക്കാം 1 ohm, ഒരു 5 ohm ലോഡും ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്, കാൽക്കുലേറ്റ് ദി കറന്റ് ത്രൂ ലോഡ്, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം, ടോട്ടൽ വോൾട്ടേജ് 12, ടോട്ടൽ റെസിസ്റ്റർ രണ്ടും സീരീസ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ 12 × 12 = 12 volt. 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 12 × 12 = 12 volt.
2 ആംപിയർ. കണ്ടില്ല എത്ര പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതേപോലെയുള്ള അപ്രോച്ചുകളാണ് നിങ്ങൾ ഇവിടെ എന്ത് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി കിർച്ചോഫ് ലോ? റിഗാർഡിംഗ് ദി കിർച്ചോഫ് ലോസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, കെ എസ് എൽ ഈസ് അപ്ലിക്കബിൾ ഫോർ ക്ലോസ്ഡ് ലൂപ്പ് അല്ല. കെ എസ് എൽ എന്ന് പറയുമ്പോൾ കിർച്ചോഫ് ഫസ്റ്റ് ലോ ആണ്. ക്ലോസ്ഡ് ലൂപ്പിനാണോ? അല്ല. കിർച്ചോഫ് കറന്റ് ലോ ഈസ് അപ്ലിക്കബിൾ ഫോർ ജംഗ്ഷൻസ് ഓർ നോട്ട്സ്. കറക്റ്റ് ആണ്. കെ സി എൽ ജംഗ്ഷനോ അല്ലെങ്കിൽ എന്താ നോട്ട്സിലോ ആണ് അപ്ലിക്കബിൾ ആവുന്നുണ്ടാവുക. കെ വി എൽ ഈസ് അപ്ലിക്കബിൾ ഫോർ ക്ലോസ്ഡ് ലൂപ്പ്. കറക്റ്റ് ആണ്. കെ വി എൽ ഈസ് അപ്ലിക്കബിൾ ഫോർ തെറ്റാണ്. അപ്പൊ ഇതിൽ ഏതാ ബെറ്റർ ചോയ്സ്? ഓപ്ഷൻ 2ഉം 3ഉം. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഓൺലി സ്റ്റേറ്റ്സ്മെന്റ് 2 and 3 ആ കറക്റ്റ്. അതേപോലെ കെ സി എൽ എന്ന് പറയുമ്പോൾ ഇറ്റ് എക്സ്പ്രസസ് കൺസർവേഷൻ ഓഫ് C4 ചാർജ്. കെ വി എൽ ആണെങ്കിലോ ഇറ്റ് എക്സ്പ്രസസ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും എന്താ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ എന്താ കൃത്യമായിട്ട് കൺസെപ്റ്റ് പഠിക്കുക. പിന്നെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റും, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഏതൊക്കെ റിസോഴ്സ് നിങ്ങൾക്ക് കിട്ടും, അതൊക്കെ നിങ്ങൾ എന്താ പഠിക്കുക. വിച്ച് ദി ഫോളോയിങ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ്? കൃത്യമായിട്ട് എന്താ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്ത്? കെമിക്കൽ എഫക്റ്റ് ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക അല്ലെ? കെമിക്കൽ എഫക്ട്, അതായത് ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ്? ഈസ് നത്തിങ് ബട്ട് അവർ കെമിക്കൽ എഫക്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഗ്യാസ് അയണൈസേഷൻ എഫക്ട് ഒക്കെ നമ്മളവിടെ ഡിസ്ചാർജ് ലാബിനുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ് അല്ലെ? മാഗ്നറ്റിക് എഫക്ട് നമ്മൾ മോട്ടോഴ്സിൽ അല്ലെങ്കിൽ റിലേസിലൊക്കെയാണ് നമ്മളത് പറയുന്നുണ്ടാവുക, ഇലക്ട്രോപ്ലേറ്റിംഗിലല്ല. സ്പെഷ്യൽ റീസ് എഫക്ട് ഇല്ലല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ 14. വിച്ച് ആർ ദി ഫോളോയിങ് കറക്റ്റ് റിഗാർഡിംഗ് ദി സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ്? സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്താ? In the effective resistance of parallel combination of resistance is smaller than the smallest resistance in the combination. ശരിയാണ്. നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഏറ്റവും നമ്മളുടെ പാരലൽ ഏത് റെസിസ്റ്റൻസ് ആണോ കുറവുള്ളത് അതിനെക്കാട്ടും കുറവായിരിക്കും ഉണ്ടാവുക. വിച്ച് എഫക്റ്റീവ് ലാർജർ ദാൻ അല്ല, തെറ്റാണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസ് കോമ്പിനേഷൻ റെസിസ്റ്റൻസ് ലാർജർ ദാൻ ദി ലാർജസ്റ്റ് റെസിസ്റ്റൻസ് ഇൻ ദി കോമ്പിനേഷൻ. ശരി, ഇപ്പൊ സ്വാഭാവികമായിട്ടും തെറ്റ്. ഇപ്പൊ ഓപ്ഷൻ 1 and 3, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിലൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 റെസിസ്റ്റേഴ്സ്, ഇത് നിങ്ങളെ തിയറി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, ഒരു 2 ഓം, ഒരു 4 ഓം, ഒരു 6 ഓം പാരലായിട്ട് കണക്ട് ചെയ്യാം. 1/2 പ്ലസ് 1/4 പ്ലസ് 1/6 1/R ഇക്വലന്റ്. അപ്പൊ ഇതിൽ നിങ്ങൾ R ഇക്വലന്റ് കണ്ടുപിടിക്കാം. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 2 ഓം ആയിരിക്കും. ഇനിയിപ്പോ നമ്മൾ സീരീസ് ആണെങ്കിലോ, സീരീസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാം കൂടി കൂട്ടൂലേ. അപ്പൊ R ഇക്വലന്റ് ഷുഡ് ബി 2 plus 4 plus 6, which should be greater than 6 അല്ലെ? അപ്പോ നിങ്ങൾ എന്താ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി ഓംസ് ലോ? ഓംസ് ലോന്റെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ വെൻ ടെമ്പറേച്ചർ ആൻഡ് അതർ ഫിസിക്കൽ കണ്ടീഷൻസ് ഡു നോട്ട് ചേഞ്ച്. നമ്മൾ പറയാം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. നമ്മൾ ഓംസ് ലോന്റെ ഡെഫിനേഷൻ തന്നെ നമ്മൾ എന്താ പറയാ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ല, അങ്ങനല്ലേ നിങ്ങൾ പറയാം അല്ലെ? അപ്പോൾ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി വെൻ ദ ടെമ്പറേച്ചർ ആൻഡ് അതർ ഫിസിക്കൽ കണ്ടീഷൻ ഡു നോട്ട് ചേഞ്ച്. കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു നോൺ ലീനിയർ ഡിവൈസസ് ലൈക്ക് സെനർ ഡയോഡ് അല്ലെ? ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു നമ്മൾ എന്താ ലീനിയർ എലമെന്റ്സ് എന്ന രീതിയിലായിരിക്കും നിങ്ങൾ അവിടെ എന്താ പഠിച്ചിട്ടുണ്ടാവുക അല്ലെ? ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു നോൺ ലീനിയർ ഡിവൈസസ്. കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ 1 and 2, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ കണ്ടു, ഏറ്റവും ആദ്യത്തെ ഇതാക്കുക. നിങ്ങൾ എന്താ കൃത്യമായിട്ട് ഓപ്ഷൻസ് മുഴുവനായിട്ട് എന്ത് ചെയ്യാം നിങ്ങളവിടെ വായിക്കുക. ഓക്കെ, ഓപ്ഷൻ മുഴുവനായിട്ട് വായിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാം നിങ്ങൾ ആൻസറിലേക്ക്, ഫൈനൽ ആൻസറിലേക്ക് അവിടെ എത്തുക. ഓക്കെ, 16. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി റെസിസ്റ്റൻസ്? എന്താ പറയുന്നത്? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ റെസിസ്റ്റൻസ് ഓഫ് പ്യുവർ മെറ്റൽ ഇൻക്രീസസ് നോർമലി. കറക്റ്റ് ആണ് അല്ലെ? നമ്മൾ മെറ്റൽസിന്റെ കേസിൽ എന്താ പറയുക, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും.
when temperature increases resistance of the insulator materials decreases normally. കറക്റ്റ് ആണ്. ഫോർ സർട്ടൻ സച്ച് എസ് കോൺസ്റ്റാന്റൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളെ മെഷർമെന്റ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, കോൺസ്റ്റാന്റിനും മാഗ്നാനിനും. അതെന്തിനാ യൂസ് ചെയ്യുന്നതെന്നില്ലാരും നിങ്ങൾ അവിടെ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, കോൺസ്റ്റന്റാനും മാഗ്നാനിനും. ഇവിടെ ഏതാ ഓപ്ഷൻ ഡി, മൂന്നും എന്താ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. സ്റ്റേറ്റ്മെന്റ് 1, 2 and 3. ഓക്കെ, 17. Which are the following are correct regarding the electrochemical cells? കണ്ടല്ലോ, ഇതിൽ എത്രയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നേക്ക് നോക്കുക. ഇഷ്ടം പോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവിടെ വന്നിട്ടുണ്ട് അല്ലെ, ഇലക്ട്രോ കെമിക്കൽസ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊന്നും ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യാം, ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾ അവിടെ യൂസ് ചെയ്യാം. എന്താണ് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ്? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഏത് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണെന്നില്ലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലായിരിക്കും മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യൻസ് ഇതേപോലെ ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഓപ്ഷൻ എ, ബി, ഓപ്ഷൻ സി, ഓക്കെ, ഇതേപോലെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോറി, ഓപ്ഷൻ എ നടക്കണ്ട, 1, 2, 3. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ട് ഓപ്ഷൻ 3 എന്തായാലും തെറ്റാണ്. ഓപ്ഷൻ 3 എന്തായാലും തെറ്റാണ്. ഓപ്ഷൻ 1ഉം 2ന്റെ കേസിലാണ് നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ഉള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഓപ്ഷൻ എയിൽ എന്താ ഈ 3 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ ബിയിൽ എന്താ 3 എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക. ഓപ്ഷൻ സിയിൽ 1ഉം 2ഉം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ, അല്ലെങ്കിൽ ഇത് 1ഉം 3, ഇത് 2ഉം 3, ഇത് 1ഉം 2ഉം. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓപ്ഷൻ എന്തായാലും 1 കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ എന്താ നിങ്ങൾക്ക് അവിടെ ഗസ് അടിക്കാം, ഏത് ഓപ്ഷൻ 1 and 2 ആണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് എന്താ ചില സമയത്ത് നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ വീഡിയോ വോൾട്ടേജ് സെൽ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രൈമറി സെല്ല്, കറക്റ്റ് ആണ്. ലെഡ് ആസിഡ് ബാറ്ററീസ് എൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി സെല്ല്, കറക്റ്റ് ആണ്. വെറ്റ് ടൈപ്പ് സെൽസ് ക്യാൻ ബി ഓപ്പറേറ്റ് ഇൻ ബോത്ത് അപ്രൈറ്റ് ആൻഡ് ഹോറിസോണ്ടൽ പൊസിഷൻ അല്ല. ഓപ്ഷൻ 2 and 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക അല്ലെ. ഓപ്ഷൻ 2 and 3, അതായത് സ്റ്റേറ്റ്മെന്റ് 2 and 3 ആണ് കറക്റ്റ്. നമ്മളിപ്പം ഈ വെറ്റ് ടൈപ്പ് സെൽസ് എന്ത് ചെയ്യും, നമ്മളവിടെ അപ്രൈറ്റ് പൊസിഷനിൽ മാത്രമേ വെക്കുന്നുണ്ടാവുള്ളൂ. എന്തിനാ, നമ്മളവിടെ ലീക്കേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ളത് കറക്റ്റ്. ഇത് നിങ്ങൾക്ക് വലിയ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല, സിമ്പിൾ കാര്യങ്ങളല്ലേ. മാച്ച് ദി ഫോളോയിങ്, എന്താ പറയുന്നത്, കാർബൺ സിങ്ക് സെല്ല് അമോണിയം ക്ലോറൈഡ് തന്നെ അല്ലെ. വിത്ത് ദ ഇലക്ട്രോലൈറ്റ് പറയുമ്പോൾ കാർബൺ സിങ്ക് സെല്ലിന്റെ അമോണിയം ക്ലോറൈഡ് തന്നെയാണ്. പിന്നെ മെർക്കുറി സെല്ലിന്റെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ലെഡ് ആസിഡ് ബാറ്ററിന്റെ സൾഫ്യൂരിക് ആസിഡും. അപ്പൊ C1, സോറി 1, 1, 2, 3, 3, 2 അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Four number of 12 volt 18 ampere hour batteries are connected in series. Another four numbers of series connected 12 volt and 80 ampere hour batteries are connected in parallel to the first set of series connected batteries. What is the effective voltage and ampere hour? What is the effective voltage and ampere hour? ഇതിലിപ്പോ എന്താ പറഞ്ഞിട്ടുള്ളത്, 4 12 വോൾട്ട് 80 ആംപിയർ അവർ ബാറ്ററീസ് എന്താ സീരീസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ 48 വോൾട്ടും 80 ആംപിയർ അവർ അല്ലേ, അപ്പൊ സെയിം തന്നെ. ഇതേപോലെ നമുക്ക് ഇവിടെ എന്താ another four numbers are connected in parallel to the first set അല്ലെ. another four numbers of series connected ഓക്കെ, അതും എത്ര 48 വോൾട്ടും 80 ആംപിയർ അവറും വരുന്നുണ്ടാവും. അപ്പൊ ഇത് രണ്ടും എന്താ പാരലായിട്ടാണ് ഉള്ളത്. പാരലായിട്ടാകുമ്പോൾ പാരലാകുമ്പോൾ വോൾട്ടേജ് സെയിം തന്നെയാണ്, കറന്റ് എന്തായിരിക്കും കൂടും. അപ്പൊ 48 വോൾട്ട് 116 ആംപിയർ അവർ. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത് ഏറ്റവും ആദ്യത്തെ 4 സീരീസ് ആയിട്ടാണ് ചെയ്തു.
പിന്നെ വീണ്ടും ഒരു 4 സീരീസ് ആയിട്ടുണ്ട്, അത് ഇതിന് പാരലായിട്ട്. അപ്പൊ പാരലാകുമ്പോൾ വോൾട്ടേജ് സെയിം ആണ്, കറണ്ട് ആഡ് ചെയ്യും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങളെ റെസിസ്റ്റൻസിന്റെ കേസ് ആലോചിച്ചാൽ മതി. ഇത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ബാറ്ററിയുടെ കേസ് തന്നേ ഉള്ളൂ. ഓക്കെ, വിച്ച് ആർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി മെയിൻ്റെനൻസ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി? എന്താ? Do not overcharge or discharge the battery at higher rates as it might cause buckling. ശരിയാണ്. The level of electrolyte should be kept below the plate level. ആണോ? ബിലോ ദ പ്ലേറ്റ് ലെവൽ, അത് കവർ ചെയ്യണ്ടേ അല്ലെ? അപ്പൊ ഓപ്ഷൻ 1 മാത്രമാണ് കറക്റ്റ്. അതായത് സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് കറക്റ്റ്. 21. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി മാഗ്നറ്റിക് മെറ്റീരിയൽസ്? മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ കേസിൽ പറയുമ്പോൾ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റ് അല്ലെ? കറക്റ്റ് ആണ്. അതിന് എക്സാമ്പിൾ എന്താ? അയേൺ അതിന് എക്സാമ്പിൾ ആണ് അല്ലെ? അയേൺ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ എ മാഗ്നറ്റ്. റിപ്പൽഡിന്റെ കേസിൽ പറയുന്നുണ്ടാവില്ല, പകരം എന്താ? പകരം നമ്മളവിടെ പറയുന്ന വേർഡ് എന്താ? വീക്ക്ലി അട്രാക്റ്റഡ് എന്നുള്ള രീതിയിലാണ് പറയുന്നുണ്ടാവുക അല്ലെ? വീക്ക്ലി അട്രാക്റ്റഡ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്, തെറ്റാണ്. നമ്മൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ കേസിലോ വീക്ക്ലി റിപ്പൽഡ് എന്നുള്ള രീതിയിലാണ് പറയുന്നുണ്ടാവുക. അപ്പൊ ഓപ്ഷൻ എ മാത്രമാണ് കറക്റ്റ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി. ഓക്കെ, ഉള്ള സ്റ്റേറ്റ്മെന്റ് 1 ആണ് കറക്റ്റ്. ഇത് കണ്ടില്ലേ, ഇത് ഡയ ആണ്, മറ്റേത് പാരയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സബ്സ്റ്റൻസ് വെച്ചാൽ സ്ട്രോങ്ലി അട്രാക്ട് ബൈ എ മാഗ്നറ്റ്, ഫെറോ പാര ഡയ നൺ ഓഫ് ദീസ് ഇതിൽ ചോദിക്കാം. നമ്മൾ മുന്നേ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോഴും എന്താ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ ഫെറോ അറിയോ, പാര അറിയോ, ഡയ അറിയോ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതാണ് അതിന്റെ ഡിഫറൻസ്. അല്ലെങ്കിൽ മുന്നൊക്കെ എങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഫെറോ പാര ഡയനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നുണ്ടാവുക. പക്ഷെ ഇപ്പോഴെന്താ ഈ ഒരു രീതിയിലാകുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫെറോ പാരഡയ എല്ലാം അറിയാവുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. മാച്ച് ദി ഫോളോയിങ്. ഇതിലിപ്പം ഫെറോ മാഗ്നറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടിന്യൂഷൻ. ഫെറോ മാഗ്നറ്റ് മെറ്റീരിയൽ പാരാഡയ, അതിനൊക്കെ ഡെഫിനേഷൻ നിങ്ങൾ ചോദിച്ചു, ഡെഫിനേഷൻ പറ. ഇനി അടുത്ത അതിന് എക്സാമ്പിൾ. ഇതിലിപ്പം നോക്ക്, ഫെറോ മാഗ്നറ്റിക് എക്സാമ്പിൾ ഏതാ? അയേൺ ആണല്ലേ? ഫെറോ മാഗ്നറ്റിക് എക്സാമ്പിൾ അയേൺ ആണ്. കാരണം വെച്ചാൽ ഇറ്റ് ഈസ് സ്ട്രോങ്ങിൽ എന്താ മാഗ്നറ്റൈസബിൾ ആണെന്നുള്ള ഇതിൽ നമുക്ക് പറയാൻ പറ്റും. ഇതിലിപ്പം പാരാമാഗ്നറ്റിക്കിനോ? പാരാമാഗ്നറ്റിക്കിന് അലുമിനിയം കറക്റ്റ് ആണ്. ഡയാമാഗ്നറ്റോ? ബിസ്മത്ത്. അപ്പൊ എല്ലാം കറക്റ്റ് ആണല്ലോ. സെയിം മോഡലാണ് വന്നേക്കുന്നത്. ഓപ്ഷൻ എ. ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം മോഡലായിട്ട് എങ്ങനെ പി എസ് സി ചോദിക്കോ? പി എസ് സി ചിലപ്പോ അങ്ങനെ ചോദിക്കോ? ഇല്ല. അപ്പൊ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്താ മാറാനുള്ള എന്തുണ്ട്, തെറ്റിദ്ധാരണ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്? മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. Greater the current through the conductor, stronger the magnetic field produced. Correct. Right hand grip rule can be used to determine the direction of magnetic field around the conductor. Okay. അപ്പൊ ഇവിടെ 1ഉം 2 ആണ് കറക്റ്റ് അല്ലേ? തേർഡ് അല്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ബി. Which of the following is the unit of magnetic flux density? നമ്മൾ നേരത്തെ പറഞ്ഞോളൂ. എന്താ? ബി എന്ന് പറയുന്നത് 5/A ആണ്. വെബർ പെർ മീറ്റർ സ്ക്വയർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, വെബർ പെർ മീറ്റർ സ്ക്വയർ. പക്ഷെ കണ്ടില്ലേ, ഇപ്പൊ വീണ്ടും നിങ്ങൾക്ക് അവിടെ തെറ്റുവരും. ഓപ്ഷൻ എയും സിയും ഉണ്ട് അല്ലെ? ടെസ്റ്റിൽ എന്താ കറക്റ്റ് ആണ് അല്ല? ടെസ്റ്റിൽ എന്താ കറക്റ്റ് ആണ്? ടെസ്റ്റ് കറക്റ്റ് ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ കേസിൽ. പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഓപ്ഷൻ എ കറക്റ്റിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെ?
ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. പക്ഷെ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണോ? അല്ല, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അല്ലെ. അപ്പോ തെറ്റിക്കരുത്. ഓപ്ഷൻ എ ആൻഡ് സി, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. ഫ്ലെമിങ്സ് റൂളിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും ലെഫ്റ്റ് ഹാൻഡ് റൂളും നമുക്കവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താ, ജി ഉണ്ട്. ജി എന്ന് പറയുമ്പോൾ ജനറേറ്ററിലാണ് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടക്ട് ചെയ്യാണ്. കറക്റ്റ് ആണ്. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അവിടെ കിട്ടാൻ. ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നും പറയാൻ വേണ്ടി പറ്റില്ല ഫോഴ്സിന്റെ കേസ്. അപ്പോ ഓപ്ഷൻ 1ഉം 4ഉം, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, റിലക്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ. റിലക്റ്റൻസ് എന്താ പറഞ്ഞേക്കുന്നത്? റിലക്റ്റൻസിന്റെ കേസിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ലൈക്ക് അയൺ ഹാവ് ഹൈ റിലക്റ്റൻസ് അല്ല. നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ലൈക്ക് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഹാവ് ദി ഹൈ റിലക്റ്റൻസ്. The reciprocal of reluctance is known as permeance. Correct. 2 and 3 ആണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്ട് ദി കറന്റ് ത്രൂ ദി കപ്പാസിറ്റർ? കറന്റ് ത്രൂ ദ കപ്പാസിറ്റർ. കറന്റ് ത്രൂ ദ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഓഫ് ദി അപ്ലൈഡ് വോൾട്ടേജ് പറയാം. നമുക്കറിയാം മാക്സി എന്ന് പറയുന്നത് എന്താ, ജസ്റ്റ് അതേപോട്ട് 2πfc ആണല്ലേ. പറയാം. കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ പറയാം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി അപ്ലൈഡ് വോൾട്ടേജ് പറയാം. അപ്ലൈഡ് വോൾട്ടേജ് അല്ലേ, വോൾട്ടേജിന്റെ വാല്യൂ അറിയില്ലേ. ഓക്കെ, എല്ലാം ഓപ്ഷൻ ഡി 1 and 2 and 3 ആർ കറക്റ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദി കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ദാറ്റ് റിക്വയർസ് 1 millicoulomb ടു ചാർജ് ടു 50 വോൾട്ട്? ഓക്കെ, 50 വോൾട്ടിലേക്ക് ആവാനുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമുക്കറിയാം സി എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ വി ആണ്, അല്ലെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞാൽ സി വി ആണെന്ന് അറിയാം. ക്യൂ എന്ന് പറയുമ്പോൾ 1 millicoulomb തന്നിട്ടുണ്ട്. 1 × 10⁻³ ദാറ്റ് മീൻസ് കൂളോം ഡിവൈഡ് ബൈ വി എന്ന് പറയുമ്പോൾ 50 വോൾട്ട്. 1/50 എന്ന് പറയുമ്പോൾ 0.02 ആണ് വരുന്നുണ്ടാവുക. ഇത് 2 × 10⁻⁵ അല്ലെങ്കിൽ 20 × 10⁻⁶ ദാറ്റ് മീൻസ് ഫാരഡ്. ഇപ്പൊ 20 മൈക്രോ ഫാരഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ ബി. 31, വാട്ട് ഇസ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റർ? എർത്ത് റെസിസ്റ്റൻസിന്റെ ടെസ്റ്റ്, എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളൊക്കെ എന്താ, ഞങ്ങൾക്ക് അവിടെ ജനറേറ്ററിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനൊക്കെയാണ് അല്ലെ. വീസ്റ്റോൺ ബ്രിഡ്ജ് എന്താ, നമ്മളവിടെ ക്യാപ്പ്, വാസോ, LMD, അതായത് മെഷർമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെ. അപ്പൊ അത് മീഡിയം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് അല്ലെ. നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും ക്യാപ്പ്, വാസോ, LMD എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ഇത് ലോ റെസിസ്റ്റൻസ്, ഇത് മീഡിയം, ഇത് ഹൈ റെസിസ്റ്റൻസ് അല്ലെ. അപ്പോ ക്യാപ്പ്, കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്, അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡ്, പൊട്ടൻഷ്യോമീറ്റർ. വീസ്റ്റോൺ ബ്രിഡ്ജ്, അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡ്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഓമീറ്റർ. ലോസ് ഓഫ് ചാർജ്, മെഗർ, ഡിഫ്ലക്ഷൻ മെത്തേഡ്, ഡയറക്ട് ഡിഫ്ലക്ഷൻ മെത്തേഡ്, മെഗാ ഓം അല്ലെ. അപ്പൊ ഇവിടെ വീസ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മീഡിയം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. 32, an instrument used to measure the insulation resistance of a വയറിംഗ് ഇൻസ്റ്റാളേഷൻ. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ എന്ത്, മെഗർ അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, മൾട്ടിമീറ്റർ ഒന്നും വരില്ലല്ലോ. ഓം മീറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു, വീസ്റ്റോൺ ബ്രിഡ്ജ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇൻ വിച്ച് വയറിംഗ് ഇൻസ്റ്റാളേഷൻ ദ സിസ്റ്റം എർത്തിങ് ഈസ് ടു ബി ഡൺ? ഏതിൽ വരിക? ജനറേറ്റിംഗ് സ്റ്റേഷനിലും സബ്സ്റ്റേഷനിലും. ഓക്കെ, വാട്ട്സ് ദി മിനിമം സൈസ് ഓഫ് കോപ്പർ പ്ലേറ്റ് യൂസ്ഡ് ഇൻ പ്ലേറ്റ് എർത്തിങ്? കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ആ സൈസ്. കണ്ടക്ടറിന്റെ സൈസ്, അതുപോലെ പ്ലേറ്റ് എർത്തിങ് ആണെങ്കിൽ അതിന്റെ സൈസ്, കോപ്പർ പ്ലേറ്റിന്റെ സൈസ്. ഓക്കെ, മറ്റേ ഡയമീറ്റർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അവിടെ പഠിക്കണം. ഇതിലിപ്പം 600 mm × 600 mm ×
കൺഫ്യൂഷൻ വരുന്നത് 3.15 mm, 6.28 അല്ല, 3.15 mm കോപ്പർ പ്ലേറ്റ് ആണ്. എല്ലാവരും നിങ്ങളൊന്ന് ഓർക്കാം. ഓക്കെ. 35. വിച്ച് ടൈപ്പ് ഓഫ് ലാമ്പ് ഹോൾഡർ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ സ്റ്റുഡിയോസ്, ഫ്ലഡ് ലൈറ്റ്സ് ആൻഡ് headlights for a lamps over 300 watts? ഗോളിയത്ത് എടുത്ത സ്ക്രൂ ടൈപ്പ് ഹോൾഡർ ആണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇതിലിപ്പം എഡിസൺ സ്ക്രൂ ടൈപ്പ് ഹോൾഡർ പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാ? ലോവർ വാട്ടേജ് ലാംപ്സിന്റെ കേസിൽ നമ്മൾ അത് യൂസ് ചെയ്യും. ലോവർ വാട്ടേജ് ലാംപ്സിന്റെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഡിസൺ സ്ക്രൂ ടൈപ്പ് ഹോൾഡർ നമ്മളോട് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പം ബയോണെറ്റ് ക്യാപ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇതെന്താ 300 വാട്ട്സിന്റെ ഒക്കെ ബിലോ ആണ് പറയുന്നുണ്ടാവുക. ബിലോ 300 വാട്ട്സിന്റെ കേസിലൊക്കെയാണ് പറയുന്നുണ്ടാവുക. ഓക്കെ. ഇത് പെൻഡന്റ് ഹെവി ഡ്യൂട്ടിയിലായിരിക്കും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ വാട്ട് ഇസ് ദ മിനിമം വാല്യൂ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എനി വയറിംഗ് ഇൻസ്റ്റാളേഷൻ? മിനിമം എത്ര? 1 മെഗാ ആവും. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ. ആസ് പെർ ഐ റൂൾ, മാക്സിമം ലോഡിന്റെ പവർ സബ് സർക്യൂട്ട് ഈസ് ലിമിറ്റഡ് ടു എത്ര? 3000 വാട്ട്സ് അല്ല? ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 3000 വാട്ട്സ്. വാട്ട് ഇസ് ദി മാക്സിമം ലീക്കേജ് കറന്റ് ഇൻ ഇൻസ്റ്റാളേഷൻ ആസ് പെർ ഐ റൂൾ? 1/5000 ഫുൾ ലോഡ് കറണ്ട് 1/500 എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 1/5000 ഫുൾ ലോഡ് പറയാം. വാട്ട് ടൈപ്പ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആർ typically used for current ratings above 100 ampere up to 800 ampere? 100നും 800ഉം ഏതാ? MCCB ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ. MCCBന്റെ ഫുൾ ഫോം എന്താ? മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ. നമ്മൾ ഹൈ കറന്റ് റേറ്റിംഗ്സിനാണ് നമ്മൾ എന്താ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലിപ്പോ MCB പറഞ്ഞിട്ടുണ്ട്. MCB നമ്മള് ലോവർ കറന്റ് സർക്യൂട്ടിന്റെ കേസിലാണ് നമ്മളോട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ELCB ആണെങ്കിൽ അത് എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ ആണ് അല്ലെ? മെയിൻ കറന്റിന് വേണ്ടിയിട്ടല്ല. പിന്നെ RCB ആകുമ്പോൾ റെസിഡുവൽ കറന്റിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുണ്ടാവുക. ദ മിനിമം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കോപ്പർ കണ്ടക്ടർ ഇൻ എ പവർ വയറിംഗ്? നമ്മളവിടെ ലൈറ്റ്നിങ് സർക്യൂട്ടിന്റെ ഒക്കെ കേസിലാകുമ്പോൾ നമ്മളവിടെ മെയിൻ ആയിട്ട് പറയുന്നത് 1.5 mm² കോപ്പർ വയർ എന്നുള്ള രീതിയിലായിരിക്കും. നിങ്ങൾ അവിടെ മുന്നേ ഒക്കെ നിങ്ങൾ ഇലക്ട്രീഷ്യൻ ഒക്കെ വന്നിട്ടൊക്കെ എഴുതുമ്പോൾ 1.5 1² mm എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഇവിടെ പവർ വയറിംഗിന്റെ കേസിൽ നമ്മളവിടെ മിനിമം 2.5 ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? 2.5. 1.5 എന്ന് പറഞ്ഞാൽ കോമൺ എന്താ? നമ്മൾ ലൈറ്റ് അല്ലെങ്കിൽ ഫാൻ സർക്യൂട്ടിനൊക്കെയാണ് 1.5 mm² നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. പവർ സർക്യൂട്ടിന്റെ കേസിലല്ല. പിന്നെ ഈ 4 mm² ഒക്കെ നമ്മളോട് യൂസ് ചെയ്യും എവിടെ? നമ്മളവിടെ ഹൈ ലോഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ. ഇവിടെ മിനിമം ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് 2.5 നമുക്ക് പറയാം സ്റ്റാൻഡേർഡ് വാല്യൂ. ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ DC ജനറേറ്റർ? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമുക്കവിടെ മോട്ടറിന്റെ ഡയറക്ഷന് വേണ്ടിയിട്ടാണ് കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. 42ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ DC ജനറേറ്റർ? DC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ. Calculate the EMF generated in a 6-pole lap-wound DC generator which has 1000 conductors driven at a speed of 1500 RPM. The flux per pole is 3 milliweber. ഈ സ്റ്റണ്ടിൽപ്പെട്ട എൻഫേസ് എഡ് പീരിയഡ് 60 വെച്ചിട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്കൂലേ? സിമ്പിൾ അല്ലേ? ഈക്വൽ ടു എൻഫേസ് എഡ് പീരിയഡ് 60 എല്ലാം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എത്ര കണ്ടക്ടേഴ്സ് ഉള്ളത്? 1000 കണ്ടക്ടേഴ്സ് ഉണ്ട്. 3 milliweber. എത്ര സ്പീഡ് എത്രയാ? 1500. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, കുഴപ്പമില്ല. 6 പോള് 60 ഇൻറ്റു ലാപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാപ്പ് ആകുമ്പോൾ
നമ്പർ ഓഫ് പാരൽ പാത്ത് ആണ് നമ്പർ ഓഫ് പോൾസ് ആണ്. ഓക്കെ, 6 പോയി, 1000 ഇതും പോയി, 0 പോയി, 0 ഇവിടെ 2 ടൈംസ്, ഇവിടെ 50 ടൈംസ്. അപ്പൊ 150/2 75 വേർഡ്സ് ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി പാരൽ പാസ് ആർ ഇൻ എ ഡ്യൂപ്ലെക്സ് വേവ് വൈൻഡിങ് ഓഫ് എൻ 8-pole DC ജനറേറ്റർ? ഇതിലിപ്പം വേവ് ആണ്. വേവ് ആകുമ്പോൾ നമ്പർ ഓഫ് പാരൽ പാത്ത് എന്ന് പറയുമ്പോൾ 2 ആണ് മെയിൻ ആയിട്ട് വരുന്നുണ്ടാവുക. ഇൻഡിപെൻഡന്റ് ഓഫ് എന്താ പോൾ, ഇൻഡിപെൻഡന്റ് പോൾ ആണ്. അപ്പൊ ഇവിടെ ഡ്യൂപ്ലെക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡ്യൂപ്ലെക്സ് ആകുമ്പോൾ 2 × 2. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്പ്ലിറ്റ് റിങ്സ്? സ്പ്ലിറ്റ് റിങ്സ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് അവിടെ DC ജനറേറ്ററിന്റെ കേസിലാകുമ്പോൾ നമുക്ക് അവിടെ എന്താ EMF ഡയറക്ഷൻ എന്താ സെയിം അല്ലെ, ടു എൻഷുർ ദി കോൺസ്റ്റന്റ് EMF ഡയറക്ഷൻ. 46. ദ പർപ്പസ് ഓഫ് ലാമിനേറ്റിംഗ് ആർമേച്ചർ ഓഫ് എ DC ജനറേറ്റർ ടു റെഡ്യൂസ് ദി എഡ്ഡി കറന്റ് ലോസ്. എത്ര പ്രാവശ്യം ലാമിനേഷൻ, എത്ര പ്രാവശ്യമാണ് ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അല്ലെ? ടു റെഡ്യൂസ് ദി എഡ്ഡി കറന്റ് ലോസ്. To reverse the direction of rotation of a compound motor without changing its characteristics to change the direction of current. ആർമേച്ചർ കറന്റ് റിവേഴ്സ് ചെയ്താൽ പോലെ അല്ലെ? ആർമേച്ചർ കറന്റ് റിവേഴ്സ് ചെയ്താൽ പോലെ. ഓക്കെ. വിച്ച് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഓഫേഴ്സ് ബിലോ ദി നോർമൽ സ്പീഡ് ഇൻ DC ഷണ്ട് മോട്ടർ? ബിലോ ദി നോർമൽ സ്പീഡ് ആണ് അതിന്റെ ആർമേച്ചർ കൺട്രോൾ മെത്തേഡാണ് അല്ലെ? ആർമേച്ചർ കൺട്രോൾ മെത്തേഡാണ് ബിലോ ദി. ഇതിലിപ്പോ ഫീൽഡ് കൺട്രോൾ മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്, വാട്ട് ലിയോണാർഡ് സ്പീഡ് കൺട്രോൾ മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എവിടെയൊക്കെ റേഞ്ചിലാണ് യൂസ് ചെയ്യുന്നില്ലാതെ നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യാം. ഓക്കെ. 49. ദ കണക്ഷൻ ഓഫ് ഹോൾഡ് ഓൺ കോയിലിന്റെ 3-point സ്റ്റാർട്ടർ ഓഫ് DC ഷണ്ട് മോട്ടർ ഈസ്? എവിടെയാന്ന് കണ്ടേ, സീരീസ് ആണോ പാരലാണോ? ഹോൾഡ് ഓൺ കോയിൽ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സീരീസ് വിത്ത് ദി ഷണ്ട് ഫീൽഡ് അല്ലെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 50. വിച്ച് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഇസ് അപ്ലൈഡ് ടു ഒബ്റ്റെയിൻ ദി ബോത്ത് ബിലോ ആൻഡ് എബവ് ദി നോർമൽ സ്പീഡ് ഇൻ എ DC മോട്ടർ? എബവ് ബിലോ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോ എന്താ, വാട്ട് ലിയോണാർഡ് സ്പീഡ് കൺട്രോൾ മെത്തേഡ്? നിങ്ങൾക്കറിയാം ആർമേച്ചർ കൺട്രോൾ എന്താ, ബിലോ ദി നോർമൽ സ്പീഡ് ആണ്. ഫീൽഡ് കൺട്രോൾ മെത്തേഡോ എബവ് ദി നോർമൽ സ്പീഡ് ആണ്. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സ്റ്റാർട്ടിംഗ് ആൻഡ് റണ്ണിംഗ് വൈൻഡിങ്സ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഈസ്? എത്ര ഡിഗ്രിയാണ് ഇലക്ട്രിക്? എത്ര ഡിഗ്രി ഇലക്ട്രിക്കലാണ്? 90 ഡിഗ്രി അല്ലെ? 90 ഡിഗ്രി. യൂണിവേഴ്സൽ മോട്ടർ ഈസ് നോട്ട് suitable ഫോർ ദി ഫോളോയിങ് ആപ്ലിക്കേഷൻ? വാക്വം ക്ലീനറായിട്ട് യൂസ് ചെയ്യും, ഫുഡ് മിക്സറിൽ യൂസ് ചെയ്യും, പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യും, ഡൊമസ്റ്റിക് പമ്പ് ഓപ്പറേറ്ററിലുള്ള. അപ്പോൾ യൂണിവേഴ്സൽ മോട്ടർ ഈസ് നോട്ട് suitable എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ഡൊമസ്റ്റിക് പമ്പ് ഓപ്പറേറ്റർ ആണ്, സോറി പമ്പ് മോട്ടർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. വാക്വം ക്ലീനറിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് യൂണിവേഴ്സൽ മോട്ടർ തന്നെയാണ്. പിന്നെ ഫുഡ് മിക്സറിന്റെ കേസിൽ പറയുമ്പോൾ അവിടെ ഹൈ സ്പീഡ് വേണം, അതേപോലെ കോമ്പാക്ട് സ്ട്രക്ചർ വേണം. അതുകൊണ്ട് നമുക്ക് യൂണിവേഴ്സൽ മോട്ടർ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഹൈ സ്പീഡും അതുപോലെ സ്റ്റാർട്ടിംഗ് ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ നമ്മളോട് യൂണിവേഴ്സൽ മോട്ടർ യൂസ് ചെയ്യും. ദ റോട്ടർ ഓഫ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് ഷോർട്ട് സർക്യൂട്ടഡ് ബൈ യൂസിങ്? എന്താ ഷോർട്ട് സർക്യൂട്ടഡ് ബൈ യൂസിങ് ദി എൻഡ് റിങ്സ് അല്ലെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. വാട്ട് ഈസ് ദി സ്പീഡ് ഓഫ് സ്റ്റേറ്റർ റോട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ 3-phase സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ? സിംഗിൾ സ്പീഡ് അല്ലേ? ഓക്കെ. 55. The number of contactors in an automatic star delta starter is? എത്ര കോണ്ടാക്ട്? അതായത് ഏറ്റവും മെയിൻലി കോണ്ടാക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാർ കോണ്ടാക്ടർ, പിന്നെ ഡെൽറ്റ കോണ്ടാക്ടർ. അപ്പോൾ 3 ആണ്. സ്റ്റാർ ഡസ് നോട്ട് റെഡ്യൂസസ് ദി സ്റ്റാർട്ടിംഗ് കറന്റ്. സോറി, സ്റ്റാർട്ടർ ഞാൻ പറഞ്ഞില്ല, ഇത് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കാം. സ്റ്റാർട്ടർ ഡസ് നോട്ട് റെഡ്യൂസസ് ദി സ്റ്റാർട്ടിംഗ് കറന്റ്. എന്താ, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ എന്താ സ്റ്റാർട്ടിംഗ് കറന്റ് അവിടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്.
ഇപ്പൊ സ്റ്റാർ ഡെൽറ്റേന്റെ കേസിലാണെന്നുണ്ടെങ്കിലോ ഏറ്റവും ആദ്യം ഫേസ് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ എന്താ നേരെ ഡെൽറ്റയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഡെൽറ്റയിലേക്ക് കണക്ട് ആവും അല്ലെ. അപ്പോൾ ലൈൻ കറന്റ് റെഡ്യൂസ് ആവുന്നുണ്ടാവും. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് സ്റ്റാർട്ടഡ് ബൈ യൂസിങ് റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ട്. ദ ഫങ്ഷൻ ഓഫ് എന്താ വരുന്നത്? ഫങ്ഷൻ ഓഫ് ഫെറോൾ ഇൻ പാനൽ ബോഡീസ് ടു ഐഡന്റിഫൈ. ഇതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എനിക്കിത് ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ താഴെ കമന്റ് ചെയ്യാം. 550. The axle used to hold and insulate the cable while passing through the drilled holes in a panel is grommet. The direction of rotation of three-phase squirrel cage induction motor is reversed by interchanging the any two phases. അല്ലെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ബൈ ഇന്റർചേഞ്ചിങ് ദി എനി ടു ഫേസ് ആണ് കറക്റ്റ്. 61. വാട്ട് മീറ്റർ ഇസ് എൻ. വാട്ട് മീറ്റർ എന്ന് പറയുന്നത് എന്താ? ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എക്സാമ്പിൾ ഏതാ? റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ഏതാ എക്സാമ്പിൾ? താഴെ കമന്റ് ചെയ്യട്ടോ. 62. Which effect of electric current is utilized in moving iron type instrument to produce the deflecting torque? മൂവിങ് അയൺ കേസിൽ അവിടെ മാഗ്നറ്റിക് എഫക്റ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ ഹീറ്റിംഗ് എഫക്റ്റ് പറഞ്ഞു. ഈ ഹീറ്റിംഗ് എഫക്റ്റ് എവിടെയാ? ഹോട്ട് വയറും അതേപോലെ തെർമൽ ഇൻസ്ട്രുമെന്റ്സിലാണ് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടാവുക. കെമിക്കൽ എഫക്റ്റോ? സോറി, കെമിക്കലോ? അത് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സിലായിരിക്കും ഉണ്ടാവുക അല്ലെ. ഓക്കെ. The material used for making springs in a spring control instruments must have എന്തായിരിക്കണം? ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആയിരിക്കണം, നോൺ മാഗ്നറ്റിക് ആയിരിക്കണം, ലോ ടെമ്പറേച്ചർ കോഷൻ ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കണം. ഓൾ ഓഫ് ദി അബോവ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 24. The torque required in an indicator instrument to bring the pointer quickly to rest in its deflected position to obtain a quick and accurate reading. സ്വാഭാവികമായിട്ട് എന്താ? നമുക്ക് ഡാമ്പിംഗ് ടോർക്കാണ് അല്ലെ. അതായത് ഫൈനൽ പൊസിഷനിലേക്ക് നമുക്ക് അവിടെ ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടി ഡാമ്പിംഗ് ടോർക്കാണ് യൂസ് ചെയ്യുന്നത്. 65. Dash type instrument measures AC quantities only. It is nothing but our induction type. It is nothing but our induction type. മൂവിംഗ് കോയിൽ പറഞ്ഞു. മൂവിംഗ് കോയിൽ പറയുമ്പോൾ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ആണെങ്കിൽ നമുക്ക് എന്താ ഡയറക്ട്ലി മെഷർ ആവുന്ന ഡി സി ആണ്. വിത്ത് റെക്ടിഫയേഴ്സ് നമുക്ക് എന്താ അതിനെ ഡി സി ആയിട്ട് എ സി ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. മൂവിംഗ് അയൺ ആകുമ്പോൾ എ സിയും ഡി സി ആവും. അതേപോലെ ഡൈനാമോമീറ്റർ ആകുമ്പോൾ എന്താ എ സിയും ഡി സി ആവും. ഓക്കെ. വാട്ട് ഇസ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ? ടു വൈൻഡിങ് ട്രാൻസ്ഫോമേഴ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താ? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓപ്ഷൻ ബി ആണ്. In a transformer, which factor remains the same when the transformer action takes place? It's a constant frequency devices. നമുക്കറിയാം എന്താ പറയണ്ടേ? ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഡിവൈസ് ആണ്. വിച്ച് ആർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് അബൌട്ട് എ ട്രാൻസ്ഫോമർ? ഫാൾസ് അല്ല പറഞ്ഞേക്കുന്നത്. പെർ ടേൺ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നുള്ള ഇതാണ്. സെക്കൻഡ് ഡിഫറെന്റ് ആണെന്നുള്ളതാണ്. സെയിം ആണത്. In order to operate two single phase transformers are parallel, which factor or factors must be kept same? എന്തായിരിക്കണം? പൊളാരിറ്റി സെയിം ആയിരിക്കണം, വോൾട്ടേജ് റേഷ്യോ സെയിം ആയിരിക്കണം, പെർസെന്റേജ് ഇംപെഡൻസ് സെയിം ആയിരിക്കണം. ഓൾ ഓഫ് ദി അബോവ്. The transformer oil is filled in the transformer tank for എന്തിനാ? ഫോർ കൂളിംഗ് ആണ്. പിന്നെന്തെങ്കിലും ഉണ്ടോ? ഇതിൽ കണ്ടില്ലേ? കൂളിംഗ് ആൻഡ് ഇൻസുലേറ്റിംഗ് ദ വൈൻഡിങ്സ്. ഇൻസുലേഷൻ വരുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ഓപ്ഷൻ എ കൂളിംഗ് എന്ന് പറഞ്ഞാൽ കൊടുക്കരുത്. എല്ലാ ഓപ്ഷനും നോക്കുക. ഇൻസുലേറ്റിംഗ് കൂടി ഉണ്ട്. അപ്പൊ കൂളിംഗ് ഇൻസുലേറ്റിംഗ് ഉണ്ട്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് മുഴുവനായിട്ട് വായിക്കാം. ഓക്കെ. 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ദ യൂണിറ്റ് ഓഫ് ലാംബ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താ? ലൂമൻ പെർ വാട്ട്സ് ആണല്ലേ. ലാംബ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ലൂമൻസ് പെർ വാട്ട് ആണ്. ഇതിൽ ഇപ്പൊ ലൂമൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലൂമിനസ് എഫിഷ്യൻസി ഇൻടു ടൈം ആണ്. അതല്ല നമ്മുടെ എഫിഷ്യൻസിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ അവിടെ ലൂമൻ എന്ന് പറയുന്നത് എന്താ?
യൂണിറ്റ് ഓഫ് ലൂമിനസ് ഫ്ലക്സ് ആണ്. അപ്പൊ ലൂമിനസ് പെർ വാട്ട് ആണ് ലാംബ് എഫിഷ്യൻസി വെച്ച് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതേപോലെ ലക്സിന്റെ കാര്യം പറഞ്ഞു. ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലുമിനേഷൻ യൂണിറ്റ് ആണ് അല്ലെ. ഓക്കെ. 72. If the distance between the surface and the light source is doubled, the illumination of the surface becomes. നമുക്കറിയാം E is proportional to 1 by d square ആണ് അല്ലെ. E is proportional to 1 by d square. അപ്പൊ E is proportional to 1 by 4. 1/4. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. The function of chalk in a fluorescent tube light is സ്റ്റാർട്ടിങ് സബ്ജ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാനും പിന്നെ കൂടാണ് നമുക്ക് അവിടെ കറന്റ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഓപ്ഷൻ എ അല്ലേ. ഇതിൽ ഓപ്പറേറ്റിംഗ് കറന്റ് ലിമിറ്റ് ചെയ്യണം, ഇൻക്രീസ് കറന്റ് ഇൻക്രീസ് അല്ലല്ലോ. ദ മെർക്കുറി പേപ്പർ ലാമ്പ് ഗിവ്സ്. മെർക്കുറി പേപ്പർ ലാമ്പ് ഗ്രീനിഷ് ബ്ലൂ ലൈറ്റ് ആണ് തരുന്നുണ്ടാവുക അല്ലെ. ഗ്രീനിഷ് ബ്ലൂ ലൈറ്റ്. മെർക്കുറി പേപ്പർ ലാമ്പ് ഗ്രീനിഷ് ബ്ലൂ ലൈറ്റ് ആണ്. അതേപോലെ ഇപ്പം സോഡിയം ആണെന്നുണ്ടെങ്കിലോ, സോഡിയം ആണെന്നുണ്ടെങ്കിലോ യെല്ലോയിഷ് ഓറഞ്ച് ആണല്ലേ. സോഡിയം ആണെന്നുണ്ടെങ്കിൽ യെല്ലോയിഷ് ഓറഞ്ച്. ഓക്കെ അല്ലേ. സോഡിയം. ഓക്കെ. The sweep of ceiling fan is determined by. സ്വീപ്പ്. ഫാൻ സ്വീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇമാജിനറി സർക്കിൾ ഫോം ചെയ്യുന്നതിന്റെ ഡയമീറ്ററിനെയാണ് സ്വീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ. അതായത് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഫോംഡ് ബൈ ദി ബ്ലേഡ് ടിപ്പ് ഓഫ് ഫാൻ അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 76. നീ വോൾട്ടേജ് ഓഫ് സിലിക്കൺ ഡയോഡ് എത്ര? 0.7 വോൾട്ട് അല്ലെ. ഡോപ്പിംഗ് എലമെന്റ് ഓഫ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഡോപ്പിന്റെ ഏതാ? ആന്റിമണി അല്ലെ. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിലെ ആന്റിമണിയാണ്. ഇതിലിപ്പോ അലുമിനിയം പറഞ്ഞു. അലുമിനിയം എന്ന് പറഞ്ഞാൽ എന്താ? ട്രൈവാലന്റ് ആണ് അല്ലെ. പി ടൈപ്പ് മെറ്റീരിയൽ ആണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ഗാലി ആണെന്നുണ്ടെങ്കിൽ അതും ട്രൈവാലന്റ് ആണ്. ഇന്ത്യ എന്താ? ട്രൈവാലന്റ്. ഇതൊക്കെ എന്താ? പി ടൈപ്പ് ആണ്. ഓക്കെ. റിപ്പിൾ ഫാക്ടർ ഓഫ് എ സിംഗിൾ ഫേസ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ്. റിപ്പിൾ ഫാക്ടർ എത്രയാണ്? 0.482 ആണ് അപ്രോക്സിമേറ്റ്ലി വരുന്നുണ്ടാവുക. 0.482. ഓക്കെ. ഇതിലിപ്പോ 1.11 പറഞ്ഞു. 1.11 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോം ഫാക്ടർ ആണ്. റെക്ടിഫൈഡ് സൈൻ വേവിന്റെ ഫോം ഫാക്ടർ ആണ്. 1.21 1.21 ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ ആണ്. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ദ എമിറ്റർ ഓഫ് എ ട്രാൻസിസ്റ്റർ എന്താ? ഹെവിലി ഡോപ്ഡ് ആണ്. എമിറ്റർ എന്തായിരിക്കണം? ഹെവിലി ഡോപ്ഡ് ആയിരിക്കണം. ഇപ്പം കളക്ടർ ആണെന്നുണ്ടെങ്കിലോ മോഡറേറ്റ്ലി ഡോപ്പ് ചെയ്താൽ മതി. കളക്ടർ മോഡറേറ്റ്ലി ഡോപ്പ് ചെയ്യും. ബേസ് ആണെങ്കിലോ ലൈറ്റ്ലി ഡോപ്പ് ചെയ്യും. 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. In a full wave bridge rectifier, the current in each diode flows for. In a full wave bridge rectifier, the current in each diode flows for half cycle of the input cycle അല്ലേ. Okay. Identify the non-renewable resource from the following. Non-renewable ഏതാ? നാച്ചുറൽ ഗ്യാസ് ആണ്. സോളാർസ് എല്ലാം മേഡപ്പ് ഓഫ് സിലിക്കൺ. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ്. എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്? ഫ്യൂവൽ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആണ് യുറേനിയം 235 അല്ലേ. ഓക്കെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ. The power generation in a windmill depends upon വിൻഡ് വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ദ പ്രിൻസിപ്പിൾ ഓൺ വിച്ച് സോളാർ സെൽ വർക്ക്സ്. സോളാർ സെൽ വർക്ക് ചെയ്യുന്ന ഫോട്ടോവോൾട്ടിക് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ദ യൂസ് ഓഫ് എക്കണോമൈസർ ഇൻ എ തെർമൽ പവർ പ്ലാന്റ്. തെർമൽ പവർ പ്ലാന്റിൽ എക്കണോമൈസർ എന്തിനാ? ടു ഹീറ്റ് ദി ഫീഡ് വാട്ടർ. ഫീഡ് വാട്ടർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക.
ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ദ സജ് ടാങ്ക് ഈസ് യൂസ്ഡ്. സജ് ടാങ്ക് എന്തിനാ? വാട്ടർ ഹാമർ പ്രഷറിനെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടു റിലീവ് ദി വാട്ടർ ഹാമർ പ്രഷർ ഇൻ ദി പെൻസ്റ്റോക്ക് പൈപ്പ്. വാട്ട് ഇസ് ദ അപ്രോക്സിമേറ്റ് എഫിഷ്യൻസി ഓഫ് എ ടിപ്പിക്കൽ തെർമൽ പവർ സ്റ്റേഷൻ? തെർമൽ പവർ സ്റ്റേഷൻ എഫിഷ്യൻസി വളരെ ലോ ആണ്, 26 to 36% ആണ് വരുന്നുണ്ടാവുക. 26 to 36%. The graphical representation of the discharge and time is known as. The graphical representation of the discharge and time is known as. എന്താ? Hydrograph. Okay. For a high load discharge hydro power plant, the water turbine uses KFP എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കപ്ലൻ ഫ്രാൻസിസ് ബൾട്ടൺ. ലോ, മീഡിയം, ഹൈ എന്ന രീതിയിൽ അല്ലെ. അപ്പോൾ ഹൈ ഹെഡ് ആയിരിക്കണം, ലോ ഡിസ്ചാർജ് ആയിരിക്കണം. ഹൈ ഹെഡ്, ലോ ഡിസ്ചാർജ്. അപ്പോൾ ലോ, മീഡിയം, ഹൈ. ഇല്ല, ഇപ്പൊ സ്വഭാവമായിട്ട് ഞാൻ ബൾട്ടൺ. ലോ, മീഡിയം, ഹൈ അല്ല. അതായത് നിങ്ങൾ KFC എന്നല്ല, KFP എന്ന രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. ലോ ഹെഡ്, മീഡിയം ഹെഡ്, ഹൈ ഹെഡ്. കപ്ലാൻ ഫ്രാൻസിസ് ബൾട്ടൺ. അപ്പൊ ഇവിടെ ബൾട്ടൺ ആണ് കറക്റ്റ്. ലോ ഹെഡ്, സോറി, ഹൈ ഹെഡ്, ലോ ഡിസ്ചാർജ്. The copper loss in a transformer can be reduced by വൈൻഡിങ് റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്താൽ മതി. അല്ല, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കാരണം എന്താ, കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ I²R ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഗൈ വയർ ഈസ് എംപ്ലോയിഡ് ഫോർ. എന്തിനാ? സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സപ്പോർട്ടിങ് ദി പോൾ അല്ല, സപ്പോർട്ടിങ് ദി പോൾ ആണ്. ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് യൂസ്ഡ് ഇൻ ഇന്ത്യ. ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് 765 kV അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ദ ലെങ്ത് ഓഫ് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് അപ് ടു 50 കിലോമീറ്റർ. 40 ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും, 50. ഓക്കെ, ബെറ്റർ ചോയ്സ്. ഇതിലിപ്പം 100 കിലോമീറ്റർ എന്ന് പറഞ്ഞത് മീഡിയം ട്രാൻസ്മിഷൻ ലൈന് 100ലാണ് വരുന്നുണ്ടാവുക അല്ലെ. ഇഫ് ദ ലെങ്ത് ഓഫ് സിംഗിൾ കോർ അണ്ടർഗ്രൗണ്ട് കേബിൾ ഇസ് ഡബിൾഡ്, ദ കപ്പാസിറ്റൻസ് ബിക്കം. കപ്പാസിറ്റൻസ് എന്താവും? കപ്പാസിറ്റൻസും ഡബിൾ ആവും. സ്കിൻ എഫക്ട് ഇൻ AC ട്രാൻസ്മിഷൻ സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ്. സ്കിൻ എഫക്റ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തൊക്കെയാ? നാച്ചുറൽ മെറ്റീരിയൽ, ഡയമീറ്റർ, ഫ്രീക്വൻസി, ഷേപ്പ് ഓഫ് വയർ എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഫാക്ടേഴ്സ് എഫക്ട് ഇൻ ദി സ്കിൻ എഫക്ട്. ബാക്ക് ടു ബാക്ക് DC link is used to connect the couples to AC trans system at different frequencies. Option C ആണ് കറക്റ്റ്. 98. The DC ring main distribution system is used because of good voltage regulation അല്ലേ. ഓക്കെ, പിന്നെ മോർ റിലയബിൾ ദാൻ അതേഴ്സ് എന്നുള്ള രീതിയിലും കൂടി വേണമെങ്കിൽ പറയാം അല്ലെ. ബോത്ത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. The neutral current of balanced three-phase four-wire system is 0. Which of the following is not an advantage of DC transmission? ഇതിലിപ്പോ എയും ബിയും എന്ത് അഡ്വാൻറ്റേജ് ആണോ? സി അഡ്വാൻറ്റേജ് ആണോ? അല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമ്മളിവിടെ 100 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ എഫക്റ്റീവ് ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് തോട്ട്. അപ്പോൾ അവിടെ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പം KCB ഇലക്ട്രിസിറ്റി വർക്കറിന്റെ എക്സാം ഡേറ്റ് അടുപ്പിച്ച് വന്നുകൊണ്ട് നിൽക്കുവാണല്ലേ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ താഴെ കമന്റ് ചെയ്യുക. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിർണായക ദിവസങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്താ കുത്തിയിരുന്ന് പഠിക്കുക. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്താ തിയറി കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ അതിന്റെ കൂടെ തന്നെ എന്താ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്താ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ബേസ് ആയിട്ടാണ് നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്താ നിങ്ങൾ ഫേസ് ചെയ്യാൻ ശ്രമിക്കുക. എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടും, പല റിസോഴ്സ് ഉണ്ട്, പല സോഴ്സസ് ഉണ്ട്. അവിടെ നിന്നൊക്കെ എന്താ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുക്കുക. ആൻസർ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ പലപ്പോഴും നമ്മുടെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരാം. ഹ്യൂമൻ എറേഴ്സ് എന്തായാലും ഉണ്ടാവും. കാരണം വെച്ചാൽ എല്ലാവരും ഹ്യൂമൻ ബീങ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഹ്യൂമൻ എറേഴ്സ് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവാം. അപ്പൊ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിൽ നിന്നൊക്കെ എടുക്കുക. ആൻസർ എന്താ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ അവിടെ കൺസെപ്റ്റ് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പഠിച്ച കൺസെപ്റ്റ് എന്താ അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ,
അപ്പൊ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.